ഇന്നത്തെ പ്രധാന വാർത്തകൾ, ഹോട്ട് ന്യൂസ്, ഇന്നത്തെ സ്പെഷ്യൽ ന്യൂസ്. എന്താ ശർമ്മ സാറേ, സുഖാണോ? ഇന്ന് സൺസിറ്റി ടൈംസിൽ എന്താണ് ന്യൂസ്? തോറ്റുപോയവരുടെ നേർക്ക് ഞാൻ മുട്ട വലിച്ചെറിയും. രുദ്ര, വരുൺ താഴെ വീണു. ആരോ എന്റെ കാല് പിടിച്ച് വലിച്ചു. നീ ചിലപ്പം കാല് തെറ്റി വീണതായിരിക്കും. എന്താ ഇത്? എന്താ സംഭവിക്കുന്നേ? രുദ്ര, 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 ഞങ്ങളെ രക്ഷിക്കേ. ഇതെന്താ സംഭവം? ഇതെന്തോ അത് കുഴപ്പമാണല്ലോ. ഇതെന്താ സംഭവിക്കുന്നേ? അത് രംഗിലിയുടെ വോയിസ് അല്ലേ? പക്ഷെ രംഗിലെ കാണുന്നില്ലല്ലോ. അവിടെ രുദ്ര, 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 രംഗീല, മൈര, വരുൺ, നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ? അതെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ രംഗീല എവിടെ? രംഗീല, രംഗീല, എനിക്ക് തല കറങ്ങുന്നു. ഇതെന്ത് സാധനമാ? ഇത് വേറെന്തോ ഗുലുമാലാണെന്ന് തോന്നുന്നല്ലോ. നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? ഒരു കാര്യം മനസ്സിലായി, ഈ സ്ഥലം തീർച്ചയായും നമ്മുടെ ലോകത്തിലുള്ള സ്ഥലമല്ല. പക്ഷെ നമ്മളിവിടെ വന്നത് എന്തിനാ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോർഗോട്ടൻ വേൾഡ്. ഞാനാണ് ചാമി. ഹായ് ചാമി, എന്റെ പേര് രുദ്ര. പിന്നെ ഇതെന്റെ ഫ്രണ്ട്സ് മൈര, വരുൺ, പിന്നെ രംഗീല. ഇത് ഏതാ സ്ഥലം? പിന്നെ ഞങ്ങൾ എന്തിനാ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ? ഐ എം സോറി, വെരി സോറി. നിങ്ങളെയെല്ലാം ഇങ്ങോട്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നതിന് ഞാൻ പപ്പറ്റ് രാജാവിന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ വിളിച്ചു വരുത്തിയ കാര്യം തെറ്റാണെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ. എന്നോടൊപ്പം വരൂ, പപ്പറ്റ് രാജാവ് നിങ്ങളെ എല്ലാം മനസ്സിലാക്കി തരും. നിക്ക രുദ്ര, ഈ പപ്പറ്റ് രാജ ആരാ? ആ മൈര, അദ്ദേഹമാണ് ഇവിടുത്തെ രക്ഷകൻ. ഈ ലോകത്തെ ഇത്രയും കാലം അദ്ദേഹമല്ലേ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളെല്ലാം നശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്. പ്ലീസ് കം. ഓക്കെ, ഐ ട്രസ്റ്റ് യു.
ഞങ്ങൾ ഈ ലോകത്തെ വിളിക്കുന്നത് ദ ഫോർഗോട്ടൻ വേൾഡ് എന്നാണ്. ചാർമി, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഹ്യൂമൻ വേൾഡ് പോലെ ഉണ്ടല്ലോ. പക്ഷെ നോർമൽ ഹ്യൂമൻസ് എവിടെയും കാണാനില്ലല്ലോ. അതെ, ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഹ്യൂമൻ വേൾഡിലുള്ളതാണ്. പക്ഷെ എല്ലാം യൂസ്ലെസ് ആണ്. ഹ്യൂമൻ അവരുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന സാധനങ്ങളില്ലേ, ആ സാധനങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ടാണ് ഈ വേൾഡിനെ വിളിക്കുന്നത് ദ ഫോർഗോട്ടൻ വേൾഡ്. ചാമി, ഈ ബ്യൂട്ടിഫുൾ കളർ ബീംസ് എങ്ങനെയാ വന്നത്? അത് ലൈറ്റിന്റെ ബീംസ് ആണ്. അതിൽ നിന്നാണ് ഈ ഫോർഗോട്ടൻ വേൾഡിന് പ്രകാശം ലഭിക്കുന്നത്. ഈ ബീം ആകാശത്തിൽ നിന്നാ വരുന്നത്. അതിവിടെ വെളിച്ചവും തരാറുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതും അതാണ്. ടെമ്പറേച്ചർ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? ഇവിടെ വളരെ തണുത്ത കാലാവസ്ഥയാണല്ലോ. ഈ ബീമാണ് ചൂട് നൽകുന്നത്. ഇതിൽ നിന്ന് വരുന്ന ചൂട് ഇവിടുത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ആ ബീമിന് അത്രയ്ക്ക് ചൂടുണ്ട്. അതിനെ ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ഇല്ലാതാവും. അതിന് അത്രമാത്രം ചൂടുണ്ടാകുമോ? എന്താ തൊട്ടു നോക്കുന്നോ? ദാ നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. ദാ ഇതതിന് തൊട്ടു കഴിഞ്ഞാൽ ഡിസോൾവ് ആകുന്നത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ എവിടെയാണെങ്കിലും പോവാം, എന്നാൽ ബീമിന്റെ അടുത്തേക്ക് പോകരുത്. ഓക്കെ, ഞങ്ങൾ സൂക്ഷിച്ചോളാം. രുദ്ര, അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇതേതോ രാജാവിന്റെ പാലസ് പോലെ ഉണ്ടല്ലോ. ആ, അല്ല അവിടെ എന്താ അത്? വരുൺ, പെട്ടെന്ന് വരൂ. ഇതാ വന്നു. ഇത് സംഭവം കൊള്ളാമല്ലോ. വേണ്ടാത്ത സാധനങ്ങൾ മൊത്തം അടുക്കി വെച്ചിരിക്കുകയാണല്ലോ. പഴയ സാധനങ്ങൾ അവർ റീയൂസ് ചെയ്തിരിക്കുകയാണ്. എത്ര നല്ല രീതിയിൽ അവർ ചെയ്തിരിക്കുന്നല്ലേ. അതെ, അത് വെച്ചൊരു കൊട്ടാരം പണിതിരിക്കുക. ഹലോ പപ്പറ്റ് രാജ, ഞാനിതാ വന്നിരിക്കുന്നു. ഇതാ നോക്കൂ, രുദ്രയും കൂട്ടുകാരും എന്നോടൊപ്പമുണ്ട്. പപ്പറ്റ് രാജ എത്തിക്കഴിഞ്ഞു. ഓ, നിങ്ങളുടെ അതിഥി ഇതാ എത്തിക്കഴിഞ്ഞു. ഇതാരാണ്? ശരീരമുണ്ട്, പക്ഷെ കാലുമില്ല, തലയില്ല. ഹായ്, ഞാനാണ് ഹോളുമാൻ. ഇപ്പൊ ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് രാജാക്കളുടെ രാജാവ് പപ്പറ്റ് രാജ. ഹലോ എവരിവൺ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. യാത്ര എളുപ്പമായിരുന്നു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാനാണ് രാജാക്കന്മാരുടെ എല്ലാം രാജാവ്, പപ്പറ്റ് രാജാവ്. വെൽക്കം ടു ഫർഗോട്ടൻ വേൾഡ്. പുള്ളിക്കാരൻ എന്ത് പറ്റി? ഞാനിവിടെ പേരിന് മാത്രമാണ് രാജാവ്. എന്റെ കൈവശം അങ്ങനെ ഒരു പവറും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ കിഡ്നാപ്പിംഗ് എന്നാ പറയുന്നത്. അല്ല അല്ല രുദ്ര, നിങ്ങളുടെ ഭാഷയ്ക്കും ഞങ്ങളുടെ ഭാഷയ്ക്കും യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇത്രയ്ക്ക് നിർബന്ധിച്ച് ഫർഗോട്ടൻ വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതിനു വേണ്ടിയാ. സോറി, എനിക്ക് വേറെ വഴിയില്ലാതെ പോയി. നിങ്ങളുടെ കൈവശം വെറും 36 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 36 മണിക്കൂറിനകം ആ മാജിക്കൽ റിംഗ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അതോടെ ഈ ലോകം മൊത്തം അങ്ങ് നശിച്ചു പോകും. പിന്നെ വെറും നെഗറ്റീവ് ഫോഴ്സ് മാത്രമേ ബാക്കി ഉണ്ടാവൂ രുദ്ര. വെറും നെഗറ്റീവ് ഫോഴ്സ് മാത്രം ഉണ്ടാകും. 36 മണിക്കൂറിൽ ടോട്ടൽ ഫോർഗോട്ടൻ വേൾഡ് നശിച്ചു പോവെന്നോ? അതെങ്ങനെയാ? ഈ ഫർഗോട്ടൻ വേൾഡിനെ ഒരു മാജിക്കൽ റിംഗിന്റെ പവർ ആണ് സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അത്തരം അതിശക്തിയാർന്ന ഒരു മാജിക്കൽ റിംഗ് ആയിരുന്നു അത്. അടുത്ത 36 മണിക്കൂറിനകം അത് ആ മകരത്തിന്റെ അകത്ത് ശരിക്കും കുടുങ്ങിപ്പോകും. പിന്നെ അതിന്റെ മാജിക്കൽ റേസിന് ഒരിക്കലും പുറത്തേക്ക് വരാനാവില്ല. അതോടെ ഇവിടെയുള്ളതെല്ലാം നശിച്ചു പോകുന്നതായിരിക്കും. പിന്നെ എല്ലാം അവസാനിക്കും. നിങ്ങൾ നേരിട്ട് ചെന്ന് ആ റിംഗ് എന്താ എടുത്തോണ്ട് വരാത്തത്?
ആ, കാരണം ഇദ്ദേഹമാണ് രാജാക്കളുടെ ഒക്കെ രാജ പാപ്പറ്റ് രാജ. കയ്യില് പവേഴ്സ് ഒന്നും ഇല്ലാതെ കയ്യില് ശക്തിയൊന്നും ഇല്ലാതെ ഒരു തവണ ഇദ്ദേഹം ട്രൈ ചെയ്തതാണ്. പക്ഷെ എല്ലാരും അദ്ദേഹത്തെ പന്താടുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ടാപ്പേ, ടാപ്പേ, ടാപ്പേ. അയ്യാ, എന്നിട്ട് കാലും ചവിട്ടി പുറകെ വന്ന് പുറകും ചവിട്ടി ഇങ്ങനെ അടിച്ച് ഷേപ്പ് മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിന്റെ പണിയും കഴിഞ്ഞു. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷെ ഞങ്ങൾ പലവട്ടം തോറ്റുപോയി. കാരണം അവനെ റോബോട്ടസ് എന്ന പേരുള്ള ഒരു ഈവിൽ ഫോഴ്സ് ആണ് കാക്കുന്നത്. അത് വളരെ വളരെ പവർഫുൾ ആണ്. അവനോട് ഏതെങ്കിലും ഒരു മജീഷ്യന് മാത്രമേ ഏറ്റുമുട്ടാൻ പറ്റൂ. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഒരു തവണ ആ റിങ് എന്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനുണ്ടല്ലോ ഇങ്ങനെ ഇടിച്ച് പപ്പടാകും. ചേട്ടാ, ഇതാകെ ഗുലുമാലായല്ലോ. നിങ്ങൾ എന്തിനാണ് ഓരോ പ്രാവശ്യവും എന്നെ എടുത്തിട്ട് ഇങ്ങനെ ചലക്കുന്നത്? ഞങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ, അതായത് 36 മണിക്കൂറിനുള്ളിൽ ആ മരത്തിനുള്ളിൽ കുടുങ്ങുമെന്നായപ്പോൾ ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങളെ സഹായിക്കാമോ രുദ്ര? നിങ്ങൾ ആരും എന്തുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ ആ റിങ് തിരിച്ചു കൊണ്ടുവന്ന് തന്നിരിക്കും. ആ, ശരിക്കും താങ്ക് യു രുദ്ര, താങ്ക് യു വെരി മച്ച്. ഞാനിവിടെ പേരിന് മാത്രമാണ് രാജാവായിട്ടുള്ളത്, പക്ഷേ നീ ഉണ്ടല്ലോ ശരിക്കുമുള്ള ഒരു രാജാവാ. താങ്ക് യു രുദ്ര. പക്ഷെ നമ്മളിപ്പോ എങ്ങോട്ടാ പോണ്ടേ? ഓ, ഓ, ആ, ഞാൻ നിന്റെ ഒപ്പം എന്റെ ഒരു ഗൈഡിനെ പറഞ്ഞയക്കാം. ഓക്കെ സ്വീറ്റോ. ഇവനാണ് സ്വീറ്റോ. ഈ സ്വീറ്റോയാണ് നിങ്ങളുടെ ഗൈഡ്. ഇവൻ നിങ്ങളെ ആ മാജിക്കൽ ട്രീ വരെ കൊണ്ടെത്തിക്കും. ആ സ്വീറ്റോ, ഇവരെ ഒരിക്കലും തനിച്ചാക്കരുത് കേട്ടോ. ശരി. രുദ്ര, ഒരു കാര്യം ഓർക്കണം, നമ്മൾക്ക് വെറും 36 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ആ റിങ് വീണ്ടെടുക്കാതെ വിടില്ല. ലെറ്റ്സ് ഗോ, പോവാം. റോബോട്ടസിന്റെ കാര്യത്തിൽ അല്പം സൂക്ഷിക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അവന്റെ മിനിയം. അത് അവൻ ഈ ഫർഗോട്ടൻ വേൾഡ് മൊത്തം ഓരോ സ്ഥലത്തും ഞങ്ങൾ അറിയാതെ പതുക്കി വെച്ചിരിക്കുകയാണ്. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്യും. താങ്ക് യു പപ്പറ്റ് രാജ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഓൾ ദ ബെസ്റ്റ് രുദ്ര. ഈ സ്വീറ്റ് എന്ത് ക്യൂട്ടാണല്ലേ. നമ്മൾ തിരിച്ചു പോകുമ്പോ ഇവനെ കൂട്ടിക്കൊണ്ടുപോയാൽ നന്നായി എന്നെ. ആ പറഞ്ഞത് ശരിയാണ്. സീറ്റോയ്ക്ക് സൺസിറ്റി ഒരുപാട് ഇഷ്ടമാകും. ഹലോ കിഡ്സ്, ഞാനാണ് ബ്യൂട്ടി ബീസ്റ്റ്. നിങ്ങളെ ഞാൻ കിഴക്കോട്ടോ പടിഞ്ഞോട്ടോ വടക്കോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഫ്രീ ലിസ്റ്റ് ആവശ്യമുണ്ടോ? ഹായ് ബ്യൂട്ടി ബീസ്റ്റ്, എന്റെ പേരാണ് വരുൺ. ഷെറാ, സംഭവം ആ ഗുലുമാലാണല്ലോ. സുന്ദരിയുമാണ്, ബീസ്റ്റുമാണ്. ഇതെന്തോ ഒരു പേരാണ്. പേരൊക്കെ കുട്ടികൾ ഇട്ടതാണ്, അതുകൊണ്ടാ ഇങ്ങനെ. എനിക്കാണെങ്കിൽ കുട്ടികൾ ഇഷ്ടവുമാണ്. എത്ര ദൂരമാ നിങ്ങളിങ്ങനെ നടന്നു പോവുക? വരൂ, ഞാൻ നിങ്ങളെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു സെക്കൻഡിൽ തന്നെ എത്തിക്കാം. ഈ സ്വീറ്റോന് ഇതെന്താ പറ്റിയത്? രുദ്ര, നമുക്ക് ഇരിക്കാം. ഐ ആം സോ ടയേർഡ്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ഈ സ്വീറ്റ് എന്തിനാ ഇങ്ങനെ കുറയ്ക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവൻ കാറിൽ കയറണ്ട എന്ന് പറയുന്നതാണ് തോന്നുന്നത്. താങ്ക് യു ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. ഞങ്ങൾക്ക് ഈ റൈഡ് ഓഫർ ചെയ്തതിന് താങ്ക്സ്. പക്ഷെ ഞങ്ങൾ നടന്നു തന്നെ പോയിക്കോളാം. മൈര, വരുൺ, റംഗീല, വരൂ നമുക്ക് പോവാം.
നമ്മുടെ ലൈഫ് ഇല്ലാണ്ടാക്കാൻ ഇവള് ഭീമോ ലൈറ്റിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ഇവള് തടയ്. അവിടുന്ന് മാറ്. നീ ലൈറ്റ് ബീമിലേക്ക് പോ. രുദ്ര എന്തൊരു പവർഫുൾ മജീഷ്യനാ. കമോൺ രുദ്ര, ആ ബ്യൂട്ടി ബീസ്റ്റിനെ ഒരിക്കലും തോൽക്കാൻ അനുവദിക്കരുത്. കയ്യിൽ കിട്ടലേ ഠാപ്പ ഠാപ്പ. ഇന്നാ പിടിച്ചോ. അതിന് പകരം ഇതുപോലെ ചവിട്ടി പഞ്ചറാക്കുക. നിന്നെ ഇതുപോലെ റോട്ടിലിട്ട് വിളിച്ചിട്ട് നിനക്കുള്ള 8 പണി തരണം. ആരെങ്കിലും ഒന്ന് സഹകരിക്കോ പ്ലീസ്? നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാനാണ് ഇവിടെ പപ്പറ്റ് രാജ. സോറി. യെസ് യെസ്, കം ഓൺ രുദ്ര. രുദ്ര സ്റ്റോപ്പ്. നമ്മളെന്തെങ്കിലും ചെയ്ത് മതിയാവോ? ഞാൻ എന്റെ മാജിക് കൊണ്ട് ഇത് ഓപ്പൺ ചെയ്തേക്കാം. മൈറ, നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. രുദ്ര, ഞങ്ങള് പുറത്തിറങ്ങി. രുദ്ര, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. നീ രക്ഷിച്ചോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമയത്ത് ആ ലാർവാല് ഉരുകി തീർന്നേനെ. പക്ഷെ അവര് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്തിനാ? ഇത് ആ റോബോട്ടസിന്റെ മിനിയൻസിലെ ഒരാളായിരിക്കും. ഇതിനെ കുറിച്ചാണ് പപ്പറ്റ് രാജ നമ്മളോട് നേരത്തെ പറഞ്ഞത്. അല്ല, ഈ സ്വീറ്റോ എങ്ങോട്ട് പോയി? ശരിയാ, സ്വീറ്റിന്റെ ഇവിടെ ഒന്നും കാണുന്നില്ല. Oh no. അപ്പൊ നമ്മൾ എങ്ങനെയാ മാജിക്കൽ റിംഗിലേക്ക് പോവും? ഇല്ല, നമ്മുടെ കൈവശ സമയം ഒരുപാടില്ല. നമ്മൾ സ്വീറ്റോടെ കാര്യം മറന്നിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. വരൂ, ഈ റോഡ് എങ്ങോട്ടാ പോകുന്നത് നോക്കാം. രുദ്ര, അങ്ങോട്ട് നോക്കിയേ, അവിടെ എന്തോ ഉണ്ട്. ഫോർഗോട്ടൻ വേൾഡിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര സർപ്രൈസ് ആണല്ലോ. ഇത്രയും മനോഹരമായ ഷൂസ് ആരാണ് കളഞ്ഞിട്ട് പോയത്? യെസ്, പെർഫെക്റ്റ്. ഇതുകൂടി, ഇത് നല്ലതല്ല. അവിടെ ഉണ്ടല്ലോ. വാവ്, ഈ ഷൂസ് മുഴുവൻ ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. എനിക്ക് ലോട്ടറി അടിച്ചേ. ഇത് കണ്ടില്ലേ? ഇവിടെ ഒരുപാടുണ്ടല്ലോ. ഇതും എടുത്തേക്കാം. വരുൺ, സൂക്ഷിച്ച്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 4-5 ജോഡി ഷൂസും കൂടി എടുത്തോണ്ട് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക. ട്രൈ ചെയ്യുന്നോ? അല്ല, അതെന്താണ്? എത്രമാത്രം ഷൈനിങ് ആയ ഷൂസാണ്. ഈ ഷൂസ് ഞാൻ ഉറപ്പായും ഇടുവല്ലോ. പറ്റില്ല. അല്ലെങ്കിൽ തന്നെ സ്വീറ്റോ എവിടെ പോയിന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ മാപ്പ് ഇല്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോവും? നമ്മുടെ ഗൈഡ് തന്നെ മിസ്ഗൈഡ് ആയി പോയിരിക്കുക. അല്ല, ഞാനിപ്പോ ഈ ഷൂസ് ഒന്ന് ഇട്ട് നോക്കിയാലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ഷൈനി ഷൂ.
അതെന്ത് പ്രശ്നമായാലും ശരി ഞാൻ ഉടൻ തന്നെ അത് പരിഹരിക്കും. പറയൂ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഷെടാ, സംഭവം ആ ഗുലുമാലായല്ലോ. ഒരു പ്രോബ്ലം ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഞങ്ങൾക്ക് മാജിക്കൽ റിംഗിന്റെ അടുത്തേക്ക് എത്തണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗൈഡിനെ കാണാതെ പോയി. ചില മനുഷ്യര് തന്റെ കാല് തന്നെ കോടാലി വെച്ച് വെട്ടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നീ കോടാലിയിൽ കാല് വെച്ച് ചവിട്ടുകയാണല്ലോ. ആ റിങ്ങിന്റെ കാര്യം മറന്നേക്ക്, തിരിച്ചു പൊക്കോ. അപ്പൊ നിങ്ങൾ തുടങ്ങിയല്ലേ? ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടൻ തന്നെ പരിഹരിക്കാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത്? ഓ, ഓക്കേ ഓക്കേ, എന്നാ പിന്നെ എന്നെ എടുത്ത് അങ്ങ് അണിഞ്ഞോ. നിനക്ക് എവിടെ പോണെന്ന് തോന്നിയാലും ശരി, ഓടിച്ചാടി സ്വയം ആ സ്ഥലത്തേക്ക് ചെന്നെത്തും. പക്ഷെ എന്നെ ആ സ്ഥലത്തിന്റെ അകത്തെത്തുമ്പോ തന്നെ ഊറിക്കളഞ്ഞേക്കണം, മനസ്സിലായല്ലോ? ഓക്കെ, ഊരി കളഞ്ഞേക്കാം. അത്രയല്ലേ ഉള്ളൂ കാര്യം. അത് ഞാൻ ചെയ്തേക്കാം. നല്ല ഷൈനിങ് ഉള്ള ഷൂസ് എനിക്ക് കിട്ടിയല്ലോ. അതോടൊപ്പം പുതിയൊരു ഗൈഡിനെ പറഞ്ഞ കേക്ക്. ഓഹോ, നീ എന്താ പറഞ്ഞ കേക്കാത്തത്? ഇവിടെ ഓരോ അരി എടുത്ത് വെക്കുമ്പോഴും സൂക്ഷിക്കണം. ഒന്ന് പതിയെ പോ. എന്തിനാ ഷൂസ് നീ ഇത്ര സ്പീഡിൽ പോകുന്നത്? ഞാനിങ്ങനെ പതുക്കെ ചെന്നാൽ ബീം ഓഫ് ലൈഫിന്റെ അടുത്ത് എന്ന് ചെന്നെത്താനാ? ബീമിന്റെ അടുത്ത് ചെന്നില്ലെങ്കിൽ പിന്നെ നിന്നെ എങ്ങനെയാ അതിന്റെ അകത്തേക്ക് വലിച്ചെറിയുന്നത്? നിന്നെ അങ്ങനെ വെറുതെ വിട്ടാൽ നിന്റെ കഥ ഞാൻ എങ്ങനെ അവസാനിപ്പിക്കും? എന്നെ സംശയമുണ്ടോ? അയ്യോ, ഈ ഷൂസിൽ എന്താ പറ്റിയത്? ഒന്ന് നിൽക്കന്നെ ഷൂസേ. അല്ല, ഇതെന്താ ബീം ഓഫ് ലൈഫോ? റംഗീല, നിക്ക്. രുദ്ര, രുദ്ര. എന്റെ ലൈഫിൽ ആരും ഇതുപോലെ എന്നെ ഇങ്ങനെ ചവിട്ടിയിട്ടുമില്ല, എടുത്തിട്ട് പെരുമാറിയിട്ടുമില്ല. ഓ ഓ, ഇതൊരു വല്ല തെറ്റായി കൈ പോയല്ലോ. ഒരു ഷൂസ് ഇട്ടത് കാരണം എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. ഓ, അന്തർ മന്തർ കാലിക്കൽ അന്തർ ചൂ. വേണ്ട വേണ്ട. മൈറ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ എന്തിനാ എങ്ങനെ ദ്രോഹിക്കുന്നേ? സോറി വരുൺ. ഓഹോ, അവൻ ചെയ്ത മണ്ടത്തരം കാരണം എന്തുമാത്രം സമയമായി ഇപ്പൊ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. രുദ്ര എന്താ അവനെ രക്ഷിച്ചിട്ട് എത്രയും വേഗം മുന്നോട്ട് പോകാൻ നോക്കാത്തത്? മൈര, നീ ബാക്കിയുള്ള ഷൂസിന്റെ കാര്യം നോക്കിക്കോ. മൈര, ബീം ഓഫ് ലൈഫിന്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. ശരിക്കും ഇതിന്റെ പേര് ബീം ഓഫ് ലൈഫ് എന്നല്ല വെക്കേണ്ടത്, ബീം ഓഫ് ഡെത്ത് എന്ന്. രുദ്ര, ഞാൻ ഹെൽപ്പ് ചെയ്യാം. രുദ്ര, നമ്മൾ റംഗീലനെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ 3 പേരുടെ പവർസും കമ്പൈൻ ചെയ്യണം. ഹൈബാസ്ക, സിബാസ്ക, മാജിക് ഇലൻസോ. അത് തിരിച്ചു വരുന്നുണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടണം. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ, ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം. ഈ കളി നമ്മൾ ഇത് എങ്ങോട്ടാ വന്നിരിക്കുന്നേ?
രുദ്ര, നമ്മളിത് വേറെ എവിടെയാണല്ലോ വന്നിരിക്കുന്നത്. ഈ കൊടും തണുപ്പ് കാരണം ഞാൻ കുൽഫിയായി പോകുന്ന തോന്നുന്നത്. ഈ ഫ്രോസൺ സ്ഥലം മുഴുവനും റെഫ്രിജറേറ്റർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. ദാ അങ്ങോട്ട് നോക്ക്, അത് കണ്ടില്ലേ? ഹായ് കിഡ്സ്, സർപ്രൈസ്! ഞാനാണ് ഓൾഡി ദി ഗോൾഡി. വെൽക്കം ടു റെഫ്രിജറേറ്റർ വേൾഡ്. ഇവിടെ എത്ര ഓൾഡ് സാധനം ഉണ്ടെങ്കിലും ശരി, ഞാൻ അവരെയൊക്കെ ആക്കും കോൾഡ്. വരൂ, എന്റെ അടുത്ത് ഒരുപാട് ചോക്ലേറ്റ്സും ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. വരൂ. രംഗീല, വരുൺ, മൈര, നിക്ക് പോവല്ലേ. നിക്ക്. Let's go and eat. ഓ, ആരെങ്കിലും അവനെ ഒന്ന് പിടിച്ചു നിർത്ത്. അവരെല്ലാവരും വളരെ പാവങ്ങളാണ്. റോബോട്ടസ് ഏർപ്പാടാക്കിയ ട്രാപ്പിനകത്ത് വീണ്ടും വീണ്ടും അവര് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് പോകരുത്. അതൊരു ട്രാപ്പാണ്. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്റെ പപ്പറ്റെ? നിങ്ങൾ അവന് ഒരുപാട് ഫ്രീഡം കൊടുത്തതോടെ ഇങ്ങനെയൊക്കെ. ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ. ഇത്രയും വലിയ ചോക്ലേറ്റ് ഹൗസ് ഞാൻ നമ്മുടെ ലോകത്ത് പോലും കണ്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്റെ ഫ്രണ്ട്സിനെ രക്ഷിച്ചേ പറ്റൂ. എവിടെ പോയി? വരൂ. എക്സ്ക്യൂസ് മീ, ഈ ചോക്ലേറ്റ് വേൾഡ് നിങ്ങളുടെയാണോ? അതെ, എന്റെ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. എനിക്ക് വേണം. Me too. നിങ്ങൾക്ക് കഴിക്കാൻ ഐസ്ക്രീമാണ് വേണ്ടതല്ലേ? വളരെ തണുത്ത സ്വീറ്റ് ഐസ്ക്രീം. മൈ ഡിയർ കിഡ്സ്. വാതിൽ അടഞ്ഞു പോയോ? നോ! മൈര, വരുൺ, രംഗീല, നീ ആരാ? ഞാനാണ് റോബോട്ടസ്. ഞാൻ സൂപ്പർ പവർ ഉള്ള ആളാണ്. ഒറ്റയടിക്ക് നിങ്ങളെ കഥ ഞാൻ കഴിക്കും. കൊഴുപ്പോയല്ലോ, ഇവനാണ് റോബോട്ടസ്. ഇവന്റെ അടുത്തേക്ക് പോകരുതല്ലേ പപ്പറ്റ് രാജ നമ്മളോട് പറഞ്ഞത്? അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നവൻ ചിലപ്പോൾ ഒരു ബുദ്ധിമാനായിരിക്കാം, പക്ഷെ അറിഞ്ഞിട്ടും മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നവൻ ശരിക്കും മണ്ടൻ തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധിയുടെ വാതിലും ഇതുപോലെ അടഞ്ഞിരിക്കുകയാണ്. ഈ ഫ്രിഡ്ജ് ഹൗസിന്റെ വാതിലും അടഞ്ഞതുപോലെ തന്നെ. സോ ഹാപ്പി ഫ്രീസിംഗ്. മൈര, വരുൺ, രംഗീല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ?
ഈ ബൈസ്കാർ ഡോർ ബ്രേക്കോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ആരാ നീ? എന്റെ ഫ്രണ്ട്സിനെ നീ എന്താ ചെയ്തത്? ഞാനാണ് റോബോട്ടസ്. എനിക്ക് ഭയങ്കര പവറാണുള്ളത്. ഒരു സെക്കൻഡിനോട് നിന്നെ പിഴിഞ്ഞ് ഞാൻ ജ്യൂസ് എടുക്കാം. അത് ശരി, അപ്പൊ നീയാണല്ലേ റോബോട്ടസ്? എന്റെ ഫ്രണ്ട്സിനെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നിന്റെ കൂട്ടുകാരെയും ഇവിടുന്ന് പുറത്തു പോകാൻ അനുവദിക്കുകയില്ല. നിനക്ക് നിന്റെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ ട്രീ ഓഫ് ലൈഫിന്റെ അടുത്തേക്ക് പോകാതിരിക്കൂ. ഞാൻ ട്രീ വരെ ചെല്ലും. മാത്രല്ല എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കും. നിന്റെ കഥയും ഞാൻ തീർക്കും. നീ വളരെ വലിയ തെറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. റോബോട്ടസ്, ഇതേതാ പുതിയ പ്രശ്നം? അങ്ങനെയാണോ? വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. അവരൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവര് രക്ഷപ്പെട്ടോ? എന്റെ അമ്മോ, ഒരു പ്രാവശ്യം എനിക്ക് എന്റെ തല തിരിച്ചു കിട്ടിയാൽ മതി. പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവിടെ തന്നെ. ഹോളോ മാൻ, നീ രാജാക്കന്മാരുടെ എല്ലാം രാജാവായ പപ്പറ്റ് രാജാവിനെ രാജാവാകുന്നതിന് മുമ്പ് തന്നെ കഥ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? അവിടെ രുദ്ര പോയ വഴിക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. പക്ഷെ മറുവശത്ത് നീ ഇവിടെ എന്റെ തല വെച്ച് പന്താടി കളിക്കുകയല്ലേ? നമ്മള് വീണ്ടും പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കുക. എല്ലാവരും എപ്പോഴും ഒന്നിച്ചിരിക്കണം. ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ലോകം പോലെ ഉണ്ടല്ലോ. നേരം ഇരുട്ടാറായി. നമ്മൾ എവിടെയെങ്കിലും സേഫായി സ്റ്റേ ചെയ്യണം. മൈര, നിൽക്ക്. അങ്ങോട്ട് നോക്ക്, ഗ്ലാസ് ബോൾ ഹൗസ്. ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് അവിടെ തന്നെ താമസിച്ചാലോ? അതിന്റെ അകത്ത് രണ്ടുപേരും ഡാൻസും കളിക്കുന്നുണ്ടല്ലോ. എന്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോൾ ഹൗസ് ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലത്തെ ഡാൻസിങ് കപ്പിൾസ് ഡാൻസ് ചെയ്യായിരുന്നു. ശരി, നമുക്ക് നോക്കാം.
പക്ഷെ ഈ പ്രാവശ്യം നമ്മളെ ആരും പറ്റിക്കരുത്. നോക്ക്, ഓഹോ, അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞോ? പ്ലീസ് കം ഇൻ. ഈ ഗ്ലാസ് ബോൾ എത്ര വലുതായിട്ടുണ്ടല്ലേ. വൗ, വളരെ വലുതാ. ഇവിടെ എന്തുമാത്രം മഞ്ഞാണ്. ആ, ആ, ഉം, ആ. വാവ്, ഗ്ലാസിന്റെ ക്രിസ്മസ് ട്രീ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അയ്യോ, രക്ഷിക്കണേ, അയ്യോ, ഞാൻ വീണു പോകുന്നു. രംഗീല, നിന്റെ കോലം നോക്കിയേ. ഞങ്ങളുടെ ഗ്ലാസ് ബൗൾ അത്ഭുതം തന്നെയാണല്ലേ. ആ, വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനാണ് ജാസ്മിൻ. പിന്നെ ഇതെന്റെ ഹസ്ബൻഡ് ജാക്ക്. ഹായ്. നിങ്ങളുടെ പേരൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. രാവിലെ മുതൽ നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ധീരന്മാരാണ്. പക്ഷേ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ റോബോട്ടസുമായി ഏറ്റുമുട്ടേണ്ട. എവിടുന്നാണോ നിങ്ങൾ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. നിങ്ങൾ രണ്ടാളും കാണാൻ നല്ലവരെ പോലെ ഉണ്ട്. പക്ഷേ ഫർഗോട്ടൺ വേൾഡിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന എല്ലാവരും ഇതുവരെ ഞങ്ങളെ മിസ്ഗൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുക? ഞങ്ങൾക്ക് നിന്നെ അറിയാം. ലൈവ് ടിവിയിൽ നിങ്ങളുടെ സ്ട്രഗിൾ ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ മേലിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അതൊരു പ്രോമിസാണ്. രുദ്ര, ഇവരെ കണ്ടിട്ട് എനിക്ക് മറ്റുള്ളവരെ പോലെയായിട്ട് തോന്നില്ല. നമ്മളിപ്പോ റിസ്ക് എടുത്ത് ആരെങ്കിലും ഒരാളെ വിശ്വസിച്ചല്ലേ മതിയാവൂ. ഓക്കേ മൈറ, ഇഫ് യു സേ സോ. നിങ്ങളും ഇങ്ങനെ ഡാൻസ് ചെയ്യൂ. ലെറ്റ്സ് എൻജോയ്. Yeah, let's change the music. നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ക്ഷീണിച്ചതുപോലെ ഉണ്ടല്ലോ. ഇന്ന് നിങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുക്കൂ. നാളെ രാവിലെ നിങ്ങൾക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഓക്കേ? വരൂ. ഈ രാത്രി സമയത്ത് ഇവര് രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾ രണ്ടുപേരും ഈ രാത്രി എങ്ങോട്ടാ പോകുന്നേ? മൈര, വരുൺ, രംഗീല, എല്ലാരും എഴുന്നേക്ക്. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. 。 . 。 . 。 . 。 . 。 . 。 . 。 . 。 . . . . . 。 . 。 . 。 . . 。 . . 。 . 。 。 . . 。 . . . . . 。 . 。 . 。 . 。 . 。 . . . 。 . ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്.
നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾ രണ്ടാളും എന്തിനാ ബായ് പറയുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? തുറക്ക്. മൈര, വരുൺ, നിങ്ങൾ ഇങ്ങനെ മുട്ടുന്നത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. മാറി നിൽക്ക്. വിബായ്ക്ക, സിബായ്ക്ക, ഡോർ ഓപ്പൺ നീറ്റോ. എനിക്ക് പേടിയാവും. This is not acceptable. ഇനി മുതൽ ഞാൻ എന്റെ ലൈഫിൽ ഒരിക്കലും സ്ട്രേഞ്ചേഴ്സിനെ വിശ്വസിക്കേയില്ല. അത് ഉറപ്പാ. നെവർ എവർ. അവരെ കാണാൻ എന്ത് സ്വീറ്റ് ആൻഡ് സിമ്പിൾ ആയിരുന്നു. അവരെ നമ്മളെ ചീറ്റ് ചെയ്തു. ഹലോ കിഡ്സ്, നല്ല രസമുണ്ടല്ലേ? മാജിക്കൽ റിങ്ങിന്റെ അടുത്ത് ആർക്കും ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ഇനി ആർക്കും പോകാനും പറ്റില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് തരാൻ പോവുകയാണ്. ബീം ഓഫ് ലൈഫ് എൻജോയ് ചെയ്യൂ. ബീം ഓഫ് ലൈഫോ? അയ്യോ വേണ്ട. ഈ ബീം ഓഫ് ലൈഫ് നമ്മുടെ ലൈഫ് എടുക്കും. മമ്മി, ഡാഡി. രുദ്ര, ഇനി നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. ഒന്ന് സമാധാനിക്കും മൈര. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രോബ്ലം എത്ര വലുതായാലും ശരി, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. ഓഹോ, ഇല്ല 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 ഇല്ല. അയ്യോ, ഇപ്രാവശ്യം രുദ്രയെ രക്ഷിക്കാൻ നമ്മള് റിസ്ക് എടുത്ത് പോയേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വാ, നമുക്ക് പോവാം. പോയി അവനെ സഹായിക്കാം. ആരെങ്കിലും ഒന്ന് വേഗം ചെല്ല്. നിനക്കെന്താ പ്രത്യേകിച്ച് ഇൻവിറ്റേഷൻ വല്ലതും തരണോ? രാജാക്കന്മാരുടെ രാജാവ് പപ്പറ്റ് രാജാവിന്റെ കൽപ്പനയാണിത്. വേഗം ചെല്ല്, ചെന്നവനെ ഹെൽപ്പ് ചെയ്യ്. അല്ല, എന്റെ കണ്ണട എവിടെ പോയി? കിട്ടി. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. മണ്ടൻ. ഇതാ ഞാനും പോയി. ഷെടാ, ഇതാകെ ഗുൽമാലാണെന്ന് തോന്നല്ലോ. എന്റെ ദൈവമേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ചാർമി. അവക്ക് എത്ര നീളമുള്ള മുടിയാ. അവളെ പിന്നെ പ്രശംസിക്കാം. ആദ്യം ഒന്ന് കൂവി വിളിക്ക്. വലിച്ചു പിടിക്ക് ചാർമിയെ, വലിച്ചു പിടിക്ക്. ഞാനിപ്പോ ചാമിയെ സഹായിച്ചേ പറ്റോ. ഞാൻ ഇപ്പൊ ഞാൻ എന്റെ പവേഴ്സ് ചാമിക്ക് കൊടുത്തേ പറ്റൂ.
Zipaiska magic transferetto. അത് ഞാനും വരുന്നുണ്ട്. ഹേ. ചാമി, ഹോലോമാൻ, ഞങ്ങളെ സഹായിച്ചതിന് നന്ദിയുണ്ട്. ഇതൊക്കെ രാജാക്കളുടെ രാജാവായ പപ്പറ്റ് രാജാവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. രുദ്ര, താങ്ക്സ് പറയേണ്ടത് ഞാനല്ലേ? നീ എനിക്ക് മാജിക്കൽ പവേഴ്സ് ട്രാൻസ്ഫർ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ബോൾ ഹൗസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. രാത്രി സമയത്തുള്ള ഈ സഞ്ചാരം അപകടമാണ്. നമുക്ക് ഇവിടെ നിൽക്കാം. രാവിലെ വരെ ഞാനൊപ്പം ഉണ്ടാവും. വാവ്, നിന്റെ മാജിക്കൽ ഹെയർ എന്ത് ഭംഗിയാ. യെസ്, താങ്ക്സ്. റെസ്റ്റ് എടുക്കൂ. രാവിലെ നമുക്ക് പോകേണ്ടതാണ്. എനിക്ക് നിങ്ങളോടൊപ്പം വരാനായി സാധിക്കില്ല. നിങ്ങൾ എപ്പോഴും സമയം ശ്രദ്ധിക്കണം. ഇനി വെറും 12 മണിക്കൂറേ ഉള്ളൂ. വിഷമിക്കണ്ട ചാമി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ചേട്ടാ, ഇത് ആകെ ഗുലുമാലായല്ലോ. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയുടെ ക്ലൂ ഒന്ന് പറഞ്ഞു തരൂ. എത്തിക്കഴിഞ്ഞല്ലോ നിങ്ങളുടെ ഗൈഡ്. ഇവനൊരു പാവമാ. ഷൂ വേൾഡിൽ കാണാതായതാ. അവിടെ നിങ്ങൾ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. അപ്പൊ ഓക്കെ രുദ്ര ആൻഡ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ബെസ്റ്റ് ഓഫ് ലക്ക്. രുദ്ര, രുദ്ര, നീ എന്നൊന്ന് കണക്ട് ചെയ്യൂ. കണക്ട് ചെയ്യൂ. നീ എവിടെയാണ് രുദ്ര? രുദ്ര, മുത്തശ്ശ, ഞങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയി. രുദ്ര, എന്റെ മോനെ, നീ എവിടെയാണ്? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മുത്തശ്ശ, ഞങ്ങൾ ഈ ഫൊർഗോട്ടൻ വേൾഡിൽ അറിയാതെ വന്നതാ. ഷെടാ, ഇങ്ങനെ പോയാൽ മുത്തശ്ശന്റെ ബോഡി തന്തൂരി ആയി പോകുമല്ലോ. മുത്തശ്ശ, നിങ്ങൾക്ക് എന്ത് പറ്റി മുത്തശ്ശ? അയ്യോ, മുത്തശ്ശ, അയ്യോ. ചില്ലി, നീ എന്റെ ഫോക്കസ് മാറ്റി കളഞ്ഞു. ചില്ലി, നിനക്ക് കുഴപ്പമൊന്നുമില്ല? അത് പിന്നെ മുത്തശ്ശ, നിങ്ങളുടെ ബോഡി ചൂട് കൊണ്ട് തിളക്കിയായിരുന്നു. അത് കണ്ടപ്പോ ഞാനൊന്ന് ടെൻഷനായി പോയി. സോറി. നീ എന്നെ ഓർത്ത് വിഷമിക്കുന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. രുദ്ര എവിടെയുണ്ടെന്ന് പിടികിട്ടി. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. മുത്തച്ഛൻ എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടുന്ന് പുറത്തിറക്കും. ആ, പക്ഷെ നമ്മൾ പപ്പറ്റ് രാജാവിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. രുദ്ര, ഭാഗ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതണ്ട. നീ തിരിച്ചു പോകൂ.
അല്ലെങ്കിൽ നിന്നോടൊപ്പം നിന്റെ കൂട്ടുകാരെയും ഞാൻ നശിപ്പിക്കും. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലതേ വരൂ. നീ രുദ്രയെ തൊട്ട് കളിക്കാനുണ്ടല്ലോ, പിന്നെ നീ മര്യാദയ്ക്ക് പോവില്ല. ഇതാ എത്തിക്കഴിഞ്ഞു ബീംസ് ഓഫ് ലൈഫ്. പിന്നെ പുറകില് ആനിമൽസ് ഓഫ് ടേക്കിംഗ് ലൈഫ് ആണുള്ളത്. രുദ്ര, അവിടെ ഒരുപാട് ഇരുട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. Animals, happy hunting. Attack. പ്രൊട്ടക്ഷൻ ഷീൽഡ് ക്രിയേറ്റോ. രുദ്ര, ആനിമൽസിനെ തടഞ്ഞാൽ മതിയാവോ, അല്ലെങ്കിൽ ഷീൽഡ് പൊട്ടിപ്പോവും. ഫ്രണ്ട്സ്, ഇനിയിപ്പോ നമ്മുടെ കൈവശം ഒരു ഒറ്റ വഴി മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോ നമുക്ക് തിരിച്ചു ഓടാനും പറ്റില്ല, കാരണം നമ്മുടെ ടാർഗറ്റ് നമ്മുടെ മുന്നിലാണ് ഉള്ളത്. ഈ ബീംസ് ഓഫ് ലൈറ്റിന്റെ ഇടയ്ക്ക് കൂടി നമ്മൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. രുദ്ര, those beams are so dangerous. ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പൊ തന്നെ നമ്മൾ ഡിസോൾവ് ആയി പോകുന്നുള്ളത് ഉറപ്പാ. എനിക്കറിയാം മൈര, പക്ഷേ ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, മനസ്സിലായോ? മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഫോക്കസ് ആൻഡ് ബിലീവ്. നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ തന്നെ വന്നോണ്ടിരിക്കെ, ഓരോരുത്തരും മറ്റുള്ളവരുടെ ഡ്രസ്സ് പിടിച്ചോളൂ. രുദ്ര, നീ നിന്റെ എക്സ്പ്രസ് ട്രെയിൻ ഓടിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്. എന്റെ ദൈവമേ, ഇന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി ഒരിക്കലും ഫോർഗോട്ടൻ വേൾഡിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. അയ്യോ, ഈ റിങ്ങിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോയി. ഞാൻ ഇനി റിങ് ഇടാനേ പോകുന്നില്ല. ചേടാ, ഇതാകെ ഗുലുമാലായല്ലോ. ഞങ്ങളെ ഈ അപകടത്തിൽ നിന്നും രക്ഷിക്കണ ദൈവങ്ങളെ. വരൂ, നമുക്ക് റിങ് എടുക്കാം. രുദ്ര,
അല്ല, ഇവൻ തിരിച്ചെത്തിയല്ലോ. റിങ്ങിനെ കുറിച്ച് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. റിങ്ങിന് എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അത് സ്വയം ഈ മരത്തിനകത്തേക്ക് കയറിപ്പോകും. പിന്നീട് അതിനെ ആർക്കും പുറത്തെടുക്കാനാവില്ല. ഇനി ചില നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിച്ചാലും ആ റിങ് പുറത്തെടുക്കാനാവില്ല. രുദ്ര, ഇവ പഴയതുപോലെ തന്നെ ആവാ. രുദ്ര, നീ എവിടെയാണ്? എവിടെയാണ് രുദ്ര? രുദ്ര, രുദ്ര, നിന്റെ മാജിക്കൽ പവേഴ്സിന് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഇനി അല്പസമയം കൂടി മാത്രം. പിന്നീട് നിനക്ക് ഈ റിങ്ങിനെ തൊടാനാവില്ല. ഇത്രയും നേരം നിന്നെ ഞാൻ വിട്ടുവെക്കുകയായിരുന്നു. പക്ഷെ ഇനി നിന്റെ കഥ അവസാനിപ്പിക്കാൻ പോവാണ്. നീ നോക്കിക്കോ. രുദ്ര, നീ അവിടെയാണോ? രുദ്ര നിൽക്ക്. മുത്തശ്ശ, നിങ്ങളോ? രുദ്ര നിൽക്ക്. നീ എന്തായി ചെയ്യുന്നേ? ഈ ലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. റോബോട്ടസ് ആ റിങ്ങിന്റെ പ്രൊട്ടക്ടറാണ്. ഇവൻ കാരണമാണ് ഈ ലോകം സേഫ് ആയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ റിംഗ് തെറ്റായ ആൾക്കാരുടെ കൈ ചെന്നപ്പെട്ടാൽ അപകടമാണ്. റോബോട്ടസ് റിങ്ങിന്റെ പ്രൊട്ടക്ടർ ആണെന്നോ? പക്ഷേ പപ്പറ്റ് രാജ എന്നോട് പറഞ്ഞത്
റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഈവിൽ ഫോഴ്സ് അവിടെയുണ്ട്. അതാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് വളരെ പവർഫുൾ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിങ് തേടി വന്നത്. അതായത് ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടിയല്ല നീ വന്നതെന്നല്ലേ? സോറി രുദ്ര, ഞാൻ നിന്നെ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. അതുപോലെ നീയും എന്നെ തെറ്റിദ്ധരിച്ചു. പപ്പറ്റ് രാജ പല പ്രാവശ്യം ഈ റിംഗ് അടിച്ചു മാറ്റാൻ പലരെയും അയച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തു നീയും അവരിൽ ഒരാളാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നേരിട്ടത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് ഇക്കാര്യം നേരത്തെ പറയുമായിരുന്നു. ഷെടാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സത്യം എന്താണ്? രാജാക്കന്മാരുടെ രാജാവ്, പപ്പറ്റ് രാജാവ്. സത്യം എന്താണെന്നറിയോ? അത് ഞാൻ പറയാം. രുദ്ര, ഞാൻ നിന്നോട് ഇപ്പൊ സത്യം എന്താണെന്ന് പറഞ്ഞു തരാം. രാജാക്കന്മാരുടെ രാജാവ്, പപ്പറ്റ് രാജാവ്. ഇപ്പൊ ഞാൻ ശരിക്കുമുള്ള രാജാവായി മാറാൻ പോവുകയാണ്. ഈ റിംഗ് ഇല്ലാതെ എനിക്ക് ഹ്യൂമൻ വേൾഡിൽ ചെന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നശിച്ചു പോകുമായിരുന്നു. പക്ഷേ ഈ റിംഗ് അണിഞ്ഞിട്ട് പോയാൽ ഞാൻ മനുഷ്യന്മാരുടെ രൂപത്തിൽ ചെന്ന് ആമരനായി മാറുകയും ചെയ്യും. പിന്നെ എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എനിക്കിന്നല്ല, നമുക്ക് പപ്പറ്റ് രാജ, നമുക്ക്. ഞാനും നിങ്ങളോടൊപ്പം വന്നേക്കാം. അതെ അതെ, നമ്മളെ ഇനി ആർക്കും ഒന്നും ചെയ്യാനാവില്ല. 36 മണിക്കൂർ അവസാനിക്കാൻ ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട്. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് രുദ്ര. റിങ് ഇവിടെ തന്നെ ഉണ്ട്, ഈ വേൾഡിൽ. പിന്നെ 36 മണിക്കൂറിന്റെ കഥ എന്തിനാ പറയുന്നേ? 100 വർഷം കൂടുമ്പോ ഫർഗോട്ടൻ വേൾഡിന്റെ പോർട്ടൽ തുറക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഹ്യൂമൻ വേൾഡിൽ നിന്നും അകത്തേക്ക് വരാനായിട്ട്. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. മനസ്സിലായോ രുദ്ര? അതുപോലെ 36 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ആ പോർട്ടൽ തുറക്കും. അത് ഈ ലോകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അങ്ങനെ ആ പോർട്ടൽ തുറക്കുമ്പോ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ നീ പുറത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? നിന്റെ ലോകം എവിടെയല്ലേ? അല്ല, എന്റെ ലോകം ഇവിടെയല്ല. എന്റെ ലോകം അതാണ്. നിങ്ങൾ എവിടുന്നാണോ വന്നത് അതാണ് എന്റെ ലോകം. ഞാൻ ആ ലോകത്തേക്ക് ചെന്നിട്ട് മനുഷ്യരോട് പകരം വീട്ടാൻ പോവുകയാണ്. അവര് ഞങ്ങളെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യം മറന്നു പോയിരിക്കുകയാണ്. ഇതുപോലെ അവര് ഞങ്ങളെ വലിച്ചെറിയാറുണ്ട്. അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ഈ റിംഗ് അണിഞ്ഞുകൊണ്ട് ആരെയൊക്കെ ഞാൻ ടച്ച് ചെയ്യുന്നുവോ അവരുടെ ഓർമ്മശക്തി മൊത്തവും നശിച്ചു പോകും. പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവനും എന്നെ പപ്പറ്റാക്കി മാറ്റിയിട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളിപ്പിച്ചതുപോലെ അതേപോലെ ഇപ്പൊ ഞാൻ ടോട്ടൽ ലോകത്തിലുള്ള മനുഷ്യരെയും എന്റെ വിരൽ തുമ്പിൽ വെച്ച് പാവകളെ പോലെ കളിപ്പിക്കും. മനസ്സിലായോ? ദ്രോഹി, വഞ്ചക, നീ ആ റിംഗ് എടുത്തിട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം.
ഞാൻ ആരാ? ഞാൻ ഇപ്പൊ എവിടെയാ? അല്ല നിങ്ങളൊക്കെ ആരാ? ചേടാ ഇതാകെ ഗുലുമാലായല്ലോ. വരുൺ, നീ വരുണാണ്. ഞങ്ങൾ എല്ലാവരും നിന്റെ സുഹൃത്തുക്കളാണ്. ആ നിൽക്കുന്ന കള്ളൻ പപ്പറ്റ് രാജയാണ്. റിങ്ങിന്റെ പവർ ഇതാ വർക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കട ചക്ക, നിന്റെ പേര് വരുൺ എന്നാണ്. ആ കളർഫുൾ ആയ ഡ്രസ് ഇട്ടിരിക്കുന്നവൻ നിന്റെ അച്ഛനാണ്. ചെല്ല് ചെല്ല് ചെല്ല്, നീ ചെന്ന് നിന്റെ അച്ഛന്റെ മടിയിലിരിക്ക്. ആ വേഗം പോ. അച്ഛാ, അച്ഛാ, അല്ല അല്ല അച്ഛാ. വരുൺ, ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല. താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങ്. രുദ്ര, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഈ ഗതി കണ്ടിട്ടെങ്കിലും നീ കാര്യങ്ങളുടെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഇനി മുതൽ ആരെ തൊട്ടാലും ശരി അവിടെ മെമ്മറി ലോസ് ആയി പോകും. സോറി, ഐ എം സോ സോറി. ഞാൻ നിങ്ങൾക്ക് വിശ്വാസവഞ്ചനയാണ് ചെയ്തത്. അച്ഛനൊന്നുമല്ല, നീ ഇറങ്ങ്. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല, ഒന്നും ചെയ്യാനാവില്ല. ബൈ ബൈ. അച്ഛാ, അച്ഛാ, എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ പ്ലീസ്? നല്ല അച്ഛനല്ലേ? ചേടാ ഇതാകെ ഗുലുമാലായല്ലോ. ആ പപ്പറ്റ് രാജ നമ്മളെ ചതിച്ചല്ലോ. ഇവന്റെ അച്ഛനല്ല ഞാൻ. ഇവനെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. രുദ്ര, പെട്ടെന്ന് ചെല്ലേ. അവനെ തടഞ്ഞു നിർത്ത്. 36 മണിക്കൂറിനുള്ളിൽ അവൻ പുറത്തു പോകാൻ പാടില്ല. നീയും പോകേണ്ടതാണ്. ഒരുപക്ഷെ ആ പോർട്ടൽ വഴി നിനക്ക് പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത 100 വർഷത്തേക്ക് നിനക്ക് ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഇനി എനിക്ക് പപ്പറ്റ് രാജയുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല. കാരണം ആ റിങ്ങിട്ടത് കൊണ്ട് അവൻ എന്നെക്കാളും വളരെയധികം ശക്തനായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. 36 മണിക്കൂർ ആവുന്നതിനുള്ളിൽ ഞാൻ ആ റിങ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ? വേണ്ട. രുദ്ര, 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 നീ എന്നെ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല അല്ലേ? നിന്നെ തടഞ്ഞു നിർത്താൻ എന്റെ കൈവശം ഒരുപാട് പേരുണ്ട്. ഹേ ക്യാപ്റ്റൻ ഫുട്ബോൾ, നിങ്ങളൊക്കെ കൂടി ഞങ്ങളെ ചവിട്ടി തെറിപ്പിച്ച് കളിക്കാറുണ്ടല്ലോ. പിന്നീട് ഞങ്ങളെ അങ്ങ് മറന്നു പോവുകയും ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് വലിച്ചെറിയും. ഇന്ന് അതിനെല്ലാം ചേർത്ത് ഞങ്ങൾ പകരം ചോദിക്കാൻ പോവുകയാണ്. ആ സ്ഥലം നിങ്ങൾക്കുള്ളതാണ്, സമയവും നിങ്ങളുടേതാണ്. പക്ഷേ സ്ഥലം ഞങ്ങളുടേതാണ്. ഇന്നത്തെ സമയവും ഞങ്ങളുടേതാണ്. ഐ റിക്വസ്റ്റ്, പ്ലീസ് ഞങ്ങളെ വിട്ടേക്കൂ. ഞങ്ങളുടെ അടുത്ത് ടൈം കുറവാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അച്ഛാ. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. പ്ലീസ് വാങ്ങിച്ചു താച്ചാ. മൈറ, നീ ഈ കുട്ടിയെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ടുപോ. നമുക്ക് രുദ്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. ഇതാ റെഡി? നിങ്ങൾക്ക് ഞാൻ റെഡി ആവണല്ലേ? എന്നാ റെഡി. ഗോൾ അടിച്ചു.
അച്ഛൻ ഗോൾ അടിച്ചു. രുദ്ര, അവൻ സമയം വേസ്റ്റ് ചെയ്യാണ്. 36 മണിക്കൂറായതും അവൻ ഇവിടുന്ന് സ്ഥലം വിടും. ഇനി ആ പോർട്ടൽ തുറക്കാൻ വെറും 30 മിനിറ്റേ ബാക്കിയുള്ളൂ. ഓക്കെ മൈര. ഇതെങ്ങനെ സംഭവിച്ചു? മൈര വരും, രംഗില വേഗം വരൂ, അവര് രക്ഷപ്പെടുകയാണ്. അച്ഛ, എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും വാങ്ങിച്ചു താ അച്ഛാ. എടാ എന്റെ കുറുമ്പൻ ചെറുക്ക, ഞാൻ നിന്നെ എന്താ ചെയ്യുക? പപ്പറ്റ് രാജ, ഒരു പക്ഷെ ആ റിംഗ് നീ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം. എടാ, ഞാനാണ് രാജാക്കന്മാരുടെ രാജാവ്, പപ്പറ്റ് രാജാവ്, പിന്നെ മെജീഷ്യനും കൂടിയാണ്. എനിക്കിപ്പോ അത്രയ്ക്ക് സമയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ഏറ്റുമുട്ടാൻ തയ്യാറല്ല. നിന്നെ ഞാൻ ആ പോർട്ടൽ തുറക്കുന്നവരെ തടഞ്ഞു നിർത്താൻ പോവുകയാണ്. പോർട്ടൽ തുറന്നു കഴിഞ്ഞാ ഞാനങ്ങേ പറന്നു പോകും. ഞാനെന്നല്ല, നമ്മൾ എന്ന് പറയൂ. നമ്മൾ പറന്നു പോകുന്നു. അതെ അതെ, നമ്മൾ പറന്നു പോകും. നമ്മൾ മോനി റംഗീല, ഇത് കണ്ടോ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, നിന്റെ ബ്രൂം. അല്ല, ഇത് എന്റെ ചൂലാണല്ലോ. രുദ്ര, നീ ഇത് കണ്ടില്ലേ? ഇതിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കൂ രംഗീല, ഞാൻ നിന്റെ ബൂം സ്റ്റിക്ക് ആണ്. How are you? Really, I am fine. നിനക്ക് എങ്ങനെയുണ്ട്? ഞാൻ വളരെ സന്തോഷായിരിക്കുന്നു. എന്നാൽ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. നീ എന്നെ ഒരുപാട് ഉപയോഗിച്ചിട്ട് ഡസ്റ്റ്ബിനിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ രംഗീല? ഇന്ന് നിന്നോട് പകരം വീട്ടാനായിട്ട് എനിക്ക് നല്ലൊരു അവസരം കിട്ടിയിരിക്കുക. ഇത്രയും ചെറിയൊരു കാര്യത്തിലാണോ നീ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാരും നിന്നെ ഇപ്പൊ തല്ലാൻ തുടങ്ങുകയാണ്. Come on, friends. ഷടാ, ഇത് ആകെ ഗുലുമാലായല്ലോ. രുദ്ര, രക്ഷിക്കണേ. രുദ്ര,
കണ്ടില്ലേ രുദ്ര, ഈ ലോകത്ത് ഹ്യൂമൻസിനെതിരായി എന്തുമാത്രം വെറുപ്പാണെന്ന് കണ്ടില്ലേ? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വലിച്ചെറിയുകയാണ് നിങ്ങളുടെ പതിവ്. അതിനൊക്കെ കൂടിയാണ് പകരം വീട്ടാൻ ഞാനിപ്പോ വന്നിരിക്കുന്നത്. വെറുപ്പുണ്ടാക്കിയത് നീയാണ് അവരുടെ മനസ്സ് മാറ്റിയത്. അച്ഛാ, എന്റെ അച്ഛനെ തന്നെ അടിച്ചല്ലേ, വെറുതെ വിടലടോ. വളരെ നന്ദി എന്റെ മോനെ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഓടിക്കവനെ വിടരുത്. അമേസിംഗ്, വണ്ടർഫുൾ. ഹ്യൂമൻ വേൾഡിനുള്ള ഗേറ്റ് വേ പോർട്ടൽ ഇതാ തുറന്നു കഴിഞ്ഞു. എത്ര വർഷങ്ങളായിട്ട് ഞാൻ ഈ ദിവസത്തിന് വേണ്ടിയാ കാത്തിരുന്നത്. യെസ്, ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. ഞാനോ അതോ നമ്മളോ? നമ്മൾ തന്നെയാണ് ചാർമി, നമ്മളാണ് പോകുന്നത്. വീണ്ടും എന്നോട് ചോദ്യം ചോദിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ എന്നെ കൊണ്ട് എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. ഫ്രണ്ട്സ്, വരൂ, പോർട്ടൽ തുറക്കുകയാണ്. ഓ, പോകുന്നതിന് മുമ്പ് എൻട്രി ഫീസ് കൊടുത്തല്ലേ പറ്റൂ. ഞാൻ നിങ്ങളുടെ ഒരു അടിപൊളി ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. സ്മൈൽ പ്ലീസ്. എന്റെ രുദ്ര, പൊന്നു രുദ്ര, ഇനി നിനക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റൂ. മാജിക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭീം താഴേക്ക് വരുന്നത് വരെ നിനക്ക് എത്ര സംസാരിക്കണമെങ്കിലും സംസാരിക്കാം. പറയേ സംസാരിക്കേ. സംസാരിക്കേ. രാജാവിന്റെ രാജാവായ പപ്പറ്റ് രാജ ശരിക്കുമുള്ള രാജാവായി മാറാൻ പോവുകയാണ്. ചാർമി, ഹോലോമാൻ, ഈ ലോകത്തെ നല്ലോണം നോക്കിക്കോ. നല്ലോണം നോക്കിക്കൊള്ളാം. അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്? ഓ ചാർമി, എന്റെ ചാർമി, നീ അങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പറ. എന്റെ കൈവശം ആ മാജിക്കൽ റിങ്ങിന്റെ പവേഴ്സ് ഉണ്ട്. പക്ഷെ നീ അവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? റിംഗ് ഒന്നുമില്ലാതെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബസ്സിന് നീ തവിട് പൊടിയാകും. അതെ. സെൽഫിഷ്. ഞങ്ങളോട് ഇത്രയും നേരം നീ കള്ളം പറയായിരുന്നല്ലേ? നമ്മൾ ഒരുമിച്ച് പോകുന്നില്ലേ നീ പറഞ്ഞത്? നമ്മൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ നിന്നോട് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോകുമെന്നാണ്. ദേ കണ്ടോ, ഞങ്ങളിപ്പോ പോവുകയാണ്. ഞങ്ങൾ ദ കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ എല്ലാം രാജാവ്, പപ്പറ്റ് രാജാവ്. പപ്പറ്റ് രാജ, നീ മനുഷ്യരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് വിട്ടിട്ട് പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനൊന്നും ജീവനില്ല. ഒരു മനുഷ്യർക്കും അത് മനസ്സിലാവില്ല. നിങ്ങൾ ഫോർഗോട്ടൺ വേൾഡിൽ ഉണ്ടായിട്ട് അലൈവാകുമെന്ന് അറിയില്ല, ജീവൻ കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ എത്ര പെറ്റ്സ് വളർക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ വിട്ടിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ അങ്ങനെ ആലോചിക്കുന്നത്? മനുഷ്യർ വളരെ നല്ലവരാണ്. തെറ്റാണ് രുദ്ര, തെറ്റ്. മനുഷ്യര് സെൽഫിഷ് ആണ്. തന്നിഷ്ടത്തിന് എന്ത് ചെയ്യും, സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കയ്യിൽ കിട്ടിയതെല്ലാം യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്നവരാണ്. ഞാൻ അവരോട് പ്രതികാരം ചെയ്യാതെ വിടുന്ന പ്രശ്നമില്ല. വലിച്ചെറിയുമെന്നോ? സെൽഫിഷ് എന്ന് പറയുന്നത് നീയാണ്. ചാമ്യം ഹോളോമനും വിട്ടച്ച് നീ പോവാണ്. അവര് നിന്റെ കൂട്ടുകാരല്ലേ, പിന്നെ എന്തിനാ നീ അവരെ വിട്ടച്ച് പോകുന്നത്? ശരിക്കും സെൽഫിഷ് എന്ന് പറയുന്നത് നീയാണ്, മനുഷ്യരല്ല. നമ്മൾ ഇക്കാര്യത്തിൽ രുദ്രയെ സപ്പോർട്ട് ചെയ്യണം. രുദ്ര പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ മാത്രം ഹ്യൂമൻ വേൾഡ് പോയിട്ട് എന്ത് ചെയ്യാനാ? എല്ലാവരെയും കൊണ്ടുപോകണം. ഹായ് ക്യാമറ, നീ ഫോട്ടോ എടുക്കുമ്പോ ചീസ് എന്ന് പറഞ്ഞില്ല. വീണ്ടും ഫോട്ടോ എടുക്ക് പ്ലീസ്. ആദ്യം ചീസ് എന്ന് പറ. എങ്കിൽ ശരി, പറയൂ ചീസ്. സോറി ക്യാമറ, ഇപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാവുന്ന സമയമില്ല. രുദ്ര, നിന്റെ മാജിക്കൽ വേവ്സ് ഈ ബീമിനകത്ത് എൻ്റർ ആവില്ല. എന്റെ നേർക്ക് മാജിക് ചെയ്യണമെങ്കിൽ അതിന് നീ ബീമിന്റെ അകത്ത് വന്നേ പറ്റൂ. അങ്ങനെ നീ അകത്തേക്ക് വന്നാൽ അതോടെ നീ സ്വാഹായി പോവും. ഞാൻ വിജയിച്ചു, പിന്നെ നീ തോറ്റു പോയിരിക്കുകയാണ് രുദ്ര. ലൂസർ, ലൂസർ.
രുദ്ര ഒരു ലൂസറാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവർസും ഒരിക്കലും സംശയിക്കരുത്. Zibaika protection gate que creato. അയ്യോ, രുദ്ര എന്നെ വിട്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഇതെനിക്ക് കിട്ടിയ ഒരു സൂപ്പർ ചാൻസ് ആണ്. ഈ ചാൻസ് ഞാൻ മിസ്സാക്കാൻ പാടില്ല. എന്നെ വിട് രുദ്ര, എന്നെ വിട്, എന്നെ പുറത്തേക്ക് വിട്. Please, രുദ്ര, പ്ലീസ് എന്നെ വിട്. അയ്യോ. രുദ്ര നിർത്ത്. മുകളിൽ പോർട്ടലുണ്ട്, അത് അടയാൻ പോവുകയാണ്. അത് അടഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല. താങ്ക് യു രുദ്ര. നിന്നെയും നിന്റെ കൂട്ടുകാരെയും കണ്ടുമുട്ടിയതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. അയ്യോ, അങ്ങോട്ട് നോക്ക്, പോർട്ടൽ ഓൾമോസ്റ്റ് അടഞ്ഞു കഴിഞ്ഞു. അച്ഛാ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നേ? രക്ഷപ്പെട്ടാൽ വീട്ടിലേക്ക് പോകാം, രക്ഷപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം. രുദ്ര, പെട്ടെന്ന് വാ മോനെ, പെട്ടെന്ന് വാ, വാ. മുത്തശ്ശ, നിങ്ങൾ കറക്റ്റ് സമയത്താ എത്തിയത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എപ്പോഴും നന്മ മാത്രമേ സംഭവിക്കൂ. അല്ല, നമ്മള് സൺ സിറ്റിയിലേക്ക് എപ്പോഴാ വന്നത്? നമ്മൾ ഫോർഗോട്ടൻ വേൾഡിലായിരുന്നില്ലേ? പിന്നെന്താ പറ്റിയത്? അത് ശരി, ഫൊഗോട്ടൻ വേൾഡിൽ നിന്ന് വന്നപ്പോ തന്നെ വരുണിന്റെ മേലെ അവർ ചെയ്ത മാജിക് പോയല്ലോ. നിന്റെ അച്ഛൻ രംഗീലയോടൊന്ന് ചോദിക്കുക. അല്ല, രംഗീല എപ്പോഴാ എന്റെ അച്ഛനായത്?